ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് വരെ കാണാത്തെന്ന് പറഞ്ഞൊരു കുറേ കളക്ഷനുള്ളൊരു വീട്ടിൽ പോയി ഞാൻ കുറേ കളക്ഷൻ ഇട്ട് കാണിച്ചായിരുന്നു. ആ വീട്ടിൽ വീണ്ടും ഇന്ന് ഞങ്ങൾ പോയിരിക്കുന്നതാണ്. ഇവിടുത്തെ കുറച്ച് സാധനങ്ങൾ, ഒരു 10-35 മിനിറ്റ് സാധനങ്ങൾ വീണ്ടും കാണിക്കാം. അതുകൊണ്ടൊന്നും ഇവിടെ തീരെയല്ല, ഒത്തിരി റൂമിൽ ഇരിപ്പുണ്ട്. ഒരു ദിവസം കൊണ്ടൊന്നും പിടിച്ചു തീർക്കാൻ പറ്റുന്നതല്ല. അപ്പോൾ ഇടയ്ക്ക് സമയം കിട്ടുമ്പോഴൊക്കെ നമ്മൾ പോയി ഈ സാധനങ്ങളെല്ലാം ഓരോന്നായാലും പൊക്കിയെടുത്ത് നിങ്ങൾക്ക് ഇട്ട് തരുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വിരുന്ന് നിങ്ങൾ കണ്ടോളൂ. കറക്റ്റാണോ? അത് നമ്മൾ ഇൻട്രൊഡക്ഷൻ ഞാൻ പുറത്ത് പോയെന്ന് പറഞ്ഞോളാം. പെട്രോളെടുത്ത് ഒന്നാമത് ഞാൻ കറുത്തായിരിക്കുന്നത്. ഇതിങ്ങനെ വെക്കുക, ഹോളിലിങ്ങനെ വെക്കുക, ഇവരിങ്ങനെ വെക്കുക, എന്നിട്ട് ഈ സ്വിച്ച് പതുക്കെ ആക്കല് ഇച്ചിരി ഇങ്ങനെ വെക്കുക. വീണു. ഇപ്പം വോളിയം കൂട്ടുക. വോളിയം കൂട്ടി വെച്ചോ. മാറ്റിക്കാൻ തന്നെ നിൽക്കും. അല്ലാതെ വെക്കാം. പഴയ ഗ്രാമഫോൺ HMV ആണോ? അല്ല, ഇത് പിന്നെ ഗാരഡ്, ഇംഗ്ലണ്ടിൻ്റെ ഇത് എഴുതിയിട്ടുണ്ട്. ഗ്യാരഡ് ഏറ്റവും കൂടിയ നല്ല സാധനം ഗ്യാരഡ് എന്നാണോ പേര്? അതെ. ഹായ് ഫ്രണ്ട്സ്, ഇത് നിങ്ങൾക്ക് എന്നാന്ന് മനസ്സിലായല്ലോ. ഇതാണ് നമ്മുടെ പഴയ ഗ്രാമഫോണിൻ്റെ റെക്കോർഡ്, HMV. ഇത് പണ്ടത്തെ ഫേമസ് ആയിട്ടുള്ള HMVയുടെ ഒരു എംബ്ലമാണിത്. ഒരു പട്ടി കോളാമ്പിക്കകത്തൂടെ പാട്ട് കേൾക്കുന്നതാണ് ഈ എംബ്ലം. ഹിസ് മാസ്റ്റേഴ്സ് വോയിസ് എന്നാണ്. അതായത് അയാളുടെ സ്വന്തക്കാരനായ മാസ്റ്ററുടെ വോയിസ് കേൾക്കുന്ന, യജമാനൻ്റെ പാട്ട് കേൾക്കുന്ന പട്ടിക്കുട്ടി, അതാണ് ആ എംബ്ലം. അപ്പോൾ HMV എന്ന് പറഞ്ഞാൽ ഹിസ് മാസ്റ്റേഴ്സ് വോയിസ്, അതായത് പാട്ടുകാരനായ ആളുടെ പാട്ട് കേൾക്കുന്ന അയാളുടെ പട്ടിക്കുട്ടി, അതാണ് അവിടെ എംബ്ലം ചെയ്തിരിക്കുന്നത്. ആ സാധനം നമുക്ക് ഇംഗ്ലണ്ടിൻ്റെ ഒരു പഴയ ഗ്രാമഫോണാണ്, റെക്കോർഡ് പ്ലെയർ എന്നൊക്കെ പറയും. ഇത് ഓട്ടോമാറ്റിക് റെക്കോർഡ് പ്ലെയറാണ്. ഇത് നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഇത് ആദ്യം ഇതിൻ്റെ ഇതിട്ടു, റെക്കോർഡ് വെച്ചു. ഓക്കെ കട്ട് ചെയ്തിട്ടോ. ഇനി ഇത് ഇങ്ങോട്ടത്തോട്ട് വിട്ടാ, അന്നേരം എടുത്താ കേട്ടോ. ഇതിങ്ങനെ റെഡ് ഇങ്ങോട്ടാക്കി അത് ഇരുന്നോണ്ട് പോകല. ഇവനെ ഇങ്ങനെ പിടിച്ചു, ഇങ്ങനെ വലിച്ചാ അപ്പൊ ആയിക്കോട്ടെ. ഇനി ഒന്നും ചെയ്യണ്ട. അതല്ല, ആദ്യം നോക്കൊന്ന് കാണിക്കാം. ഇങ്ങോട്ട് കുഴപ്പമില്ല, പൊക്കോട്ടെ. ക്ലിയറാണോ? ഇത് പാട്ട് വരുന്ന എവിടുന്നാന്ന് കണ്ടോ? കോളാമ്പിക്കന്ന അഹുജാണ് കോളാമ്പി. ഇനിയിപ്പോ ഈ പാട്ട് നമ്മൾ കണ്ടല്ലോ, ഇതാണ് അതിന്റെ. ഇതൊരു പാടി അവസാനം വരുമ്പോൾ ഇതിൻ്റെ ഓട്ടോമാറ്റിക് കട്ടാകുന്ന എങ്ങനെയാണെന്ന് നിങ്ങൾ നോക്കൂ. ഇത് പാടി അവസാനം വന്നു. ഞാൻ അവസാനം എടുത്ത് വെച്ച മുഴുവൻ പാട്ട് കേൾക്കത്തില്ലല്ലോ. അപ്പോൾ അത് തീർന്നു കഴിഞ്ഞപ്പോൾ ഇത് കണ്ടോ, തിരിച്ചു വന്ന് സ്റ്റാൻഡേ കയറിയിരുന്നു. ഇനി സ്പീഡ് വ്യത്യാസമുണ്ട്. എന്നിട്ട് ഇതിന്റെ RPM 45 ഓക്കെ. ഇപ്പം 33 കിടക്കുന്നു. 33 വലിയ മറ്റേ മനസ്സിലായി, ഞാൻ ആക്കിക്കോളാം.
ഇങ്ങനെ പൊക്കിക്കണം. ഓക്കെ അങ്ങനെ ഇതാൽ ഇങ്ങനെ ഓ, അത് അതങ്ങനെ അതിൻ്റെ ഒരു പൊസിഷൻ. ഓഡിയോൺ അടുത്തൊരു റെക്കോർഡാണ്. അതിൻ്റെ ഡേറ്റ് വരെ ഉണ്ട് എന്നിറങ്ങിയ പടം അതോടെ എടുത്ത് കണ്ണാടി എടുത്തൊക്കെ 1972. 22. അതോ അതേലും പഴയതാണോ? അഹൂജ ട്രാൻസ്ഫോമർ വാൽവും ട്രാൻസ്ഫോമറും മാത്രമേ ഇതിനകത്തുള്ളൂ. കുറേ റെസിസ്റ്റൻസും അല്ലേ ഉള്ളൂ. ഇത് മെയിന്, ഇത് ഔട്ട്പുട്ട്. അപ്പോൾ ട്രാൻസ്ഫോമർ ഔട്ട്പുട്ടാണ് ശരിക്കും ഈ ടെക്നോളജി തന്നെയാണ് ഡി ക്ലാസ് ആംപ്ലിഫയർ. കേട്ടോ എൻസി ഡി ക്ലാസ് ഇത് തന്നെ, ഈ അഹൂജയുടെ ഈ സാധനമായത്. ഇത് കണ്ടോ, ഒരു റെക്കോർഡ് നമ്മൾ കഴിഞ്ഞു. നമുക്ക് ഓട്ടോമാറ്റിക്കലി അടുത്ത 2 റെക്കോർഡ് ഇവിടെ ഇട്ട് വെച്ചിട്ടുണ്ട്. എത്രണ്ണം വേണേലും നമുക്ക് ഇങ്ങനെ ലോഡ് ചെയ്തിടാം. ഒരെണ്ണം താഴെ പോയി പാട്ട് കഴിഞ്ഞ് അവനെയും വന്നിട്ട് അടുത്തത് താഴെ പോയി പാട്ട് കഴിഞ്ഞ് അങ്ങനെ ചേഞ്ചായിട്ട് ചെയ്യുന്ന ഒരു അടിപൊളി മെക്കാനിസമാണ്. ഇപ്പോഴും ഇത് വർക്ക് ചെയ്യുന്നുള്ളതാണ്. എത്രയോ വർഷം പഴയതാണ്. അപ്പോൾ ഇത് സ്പീഡ് പല സ്പീഡുണ്ട്. 33, 45, 78, 16 എന്ന് പറഞ്ഞൊരു സ്പീഡ് കൂടെ ഉണ്ട്. അത് ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ഈ 33, 45, 78 എൻ്റെ വീട്ടിലുണ്ടായിരുന്നു, ഞാൻ കണ്ടിട്ടുണ്ട്. 78 അരക്ക്. ഈ 16 16 അപ്പോൾ നമുക്ക് ഈ സാധനം എടുത്ത് ഇവിടെ ഇവിടെ വെക്കണ്ടല്ലോ. ഇതല്ല, ഓക്കെ. ഇത് ചുമലയല്ല, ചുമലയായിരുന്നു അല്ലേ? 45 ഇട്ടു. സ്പീഡില്ല. ഇത് തന്നെ അവൻ വർക്കിംഗ് തുടങ്ങി, കറങ്ങാൻ തുടങ്ങി. ഒരു പ്ലേറ്റ് വീഴും. ആ വീണില്ലല്ലോ. കട്ട് ചെയ്തു. കറങ്ങി എടുത്ത് ഇങ്ങനെ വരുന്നതല്ലായിരുന്നു. താഴെ പോകേണ്ടതാണ്. വെള്ളം വെക്കാം. ചേട്ടാ, ഇത് ഇവിടുന്ന് വന്നിട്ട് 1 സെക്കൻഡ് നിൽക്കണം, നിന്നിട്ടേ കൈ വിടാവുള്ളൂ, എന്നാലേ അത് വീഴുള്ളൂ. പെട്ടെന്ന് അങ്ങോട്ട് പോകരുത്. 1 സെക്കൻഡ് ഇങ്ങോട്ട് വലിച്ചു വെച്ചിട്ടേ വിടാവുള്ളൂ. അല്ല, ഇങ്ങനെ വിട്ടാണ്. ഇപ്പോൾ പോട്ടോ ആയി. കറങ്ങാൻ ഒരു മടുപ്പ് വരുന്നു. ഇനി അതിലോട്ട് പൊക്കോളൂ. അപ്പം പിന്നെ ഇങ്ങനെ വെക്കാനിട്ടായിരിക്കാം. സ്പീഡ് വ്യത്യാസം കാരണം വോളിയം കൂട്ടിയ വോളിയം കൂട്ടി കുത്തിയിട്ടില്ല. കറണ്ട് കുത്താതെ ഇതെങ്ങനെ വർക്ക് ചെയ്ത്? പണി അല്ലാതെ കറങ്ങും. ഇത് കറണ്ട് കുത്തിയില്ല. കറണ്ട് കുത്തിയില്ല. കറണ്ട് അവിടെ ലൂസായിരുന്നു. ഞാൻ ഇങ്ങോട്ട് വലിച്ചപ്പോഴേ ഇത് കറക്കിയാണ്ടിരുന്നതാണ്. അതാ. ഓക്കെ, അടിപൊളി. അപ്പം കറണ്ട് കുത്താതെ നമ്മൾ കറക്കും. എടാ പോവാത്തെ. രണ്ടെണ്ണമുണ്ടോ? അതാ അല്ലല്ല, എടുത്തു വീണു.
അവിടെ തന്നെ പോയല്ലോ കൃത്യമായിട്ട്. തന്നെ അങ്ങനെ അതിന്റെ ഇതെല്ലാം വെക്കുന്ന കറക്റ്റ് ആയിരിക്കണം. അപ്പൊ ഈ വലുതിന് 45 ഇല്ല അല്ലേ? അല്ല 33, വലുത് 45 സ്പീഡില്ലല്ലോ. ആ യേശുദാസിന്റെ പഴയ കിറ്റ് പാട്ടാ. ക്രിസ്ത്യാനിയല്ല ഇന്ദ്രനും ചന്ദ്രനുമല്ല ഇട്ടില്ലോ നമ്മള്. ഇല്ല, ഓക്കെ. അല്ല ഇതെടുത്ത് പൊക്കിയിട്ട് വെക്കണം. അതാ വലിച്ചു വെക്കുന്നതിനൊരു ഞാൻ എന്റെ വാൽവ് റേഡിയോ കൂടെ ഇടും. ഇതാണ്ട വാൽവ്. ഇതിപ്പോ വാൽവ് ഉണ്ടല്ലോ, 6 വാൽവ് അല്ലേ? ഈ 6 വാൽവ്, 4 വാൽവ് ഇത് കത്താത്ത മൈക്കിന്റെ വാൽവാ. ഇത് മൈക്കിന്റെ ഈ 4 ഇത് ആംപ്ലിഫയറിന്റെ. ഇത് 2 ഈ 2 ആ ആംപ്ലിഫയറിന്റെ പ്രീ ആംപ്ലിഫയറിന്റെ മൈക്ക്. പക്ഷെ അത് കത്തുന്നില്ല. ചെറിയ ഇതുള്ളൂ, ചെറിയ ട്രാൻസിസ്റ്റർ അടിയിലുണ്ട്, ചെറുതായിട്ട് കത്തുന്നുണ്ട്. ശരിയാ, ചെറിയതായിട്ട് അത് കത്തുന്നുണ്ട്. ഇപ്പൊ കത്തുന്നുണ്ട്. അത് 2 കത്തിയിട്ടുണ്ട്, ഇതും 2 കത്തിയിട്ടുണ്ട്. ആ മേളത്തെ 6 അതാണ് ആംപ്ലിഫയർ. ഓക്കെ. ഇത് മാറിയാണ് ട്രാൻസിസ്റ്ററും IC ഹൈബ്രിഡും ഇപ്പൊ ആണ് ഡി ക്ലാസ് ആംപ്ലിഫയർ വരെയായി കാര്യങ്ങൾ നിൽക്കുന്നത്. ഇതിനൊരു ഡി ക്ലാസ് ആംപ്ലിഫയറിന്റെ ഒരു ടെക്നോളജി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഔട്ട്പുട്ട് കോയിലിൽ നിന്നാണ്. ഡി ക്ലാസ്സിലും കോയിലുകളുണ്ട്. കോയില് വെച്ചാണ് അത് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാ അടിസ്ഥാനവും ഇവിടെ തുടങ്ങുന്നത്. ഈ അടിസ്ഥാനത്തിൽ നിന്ന് ഡെവലപ്പ് ചെയ്തെടുത്തതാണ് ഇത് മൊത്തം. ശരിക്കും ഒരു അടിസ്ഥാനമാണ് വേണ്ടത്. അത് പിന്നെ ബാക്കിയുള്ളവരുടെ ഒരു ഐഡിയ വെച്ച് ഡെവലപ്പ് ചെയ്തെടുക്കുന്നത്. ഇത് പവർ ട്രാൻസ്ഫോമർ, ഇത് ഔട്ട്പുട്ട് ട്രാൻസ്ഫോമർ. ഇത് നേരെ ഈ ഔട്ട്പുട്ടാണ് നേരെ കോളാമ്പിയിലോട്ടും സ്പീക്കറോട്ടും പോകുന്നത്. ഓക്കെ. അതാണ് ഡി ക്ലാസിന്റെ തത്വവും. കോളാമ്പിയോ? ഇതിന്റെ ഔട്ട്പുട്ട് ഉണ്ട്. അടുത്ത സ്റ്റെപ്പ് വെക്കാം. ദൂരോട്ട് മൈക്ക് വെക്കണമെങ്കിൽ ഒരു സ്റ്റെപ്പ്. അതുകൊണ്ടോ നമ്മുടെ കയ്യിലുണ്ടോ സാധനം? ഇല്ല. അവിടുന്ന് ഔട്ട്പുട്ട് എടുത്ത് സപ്ലൈ കൊടുക്കാൻ പറ്റും. ഓക്കെ. ഇത് ഈ പെട്ടി നമ്മൾ ഉണ്ടാക്കിയെടുത്ത് പഴയ പെട്ടി പോയിട്ട് പിന്നെ ഉണ്ടാക്കിയെടുത്തതാ. ഇതിന്റെ ഒറിജിനൽ പെട്ടി പോയി, തടിയല്ലായിരുന്നോ? ഓക്കെ. ഇത് കണ്ടോ ഏജൻസി, ഒരു കുഞ്ഞൻ സാധനം എനിക്കിഷ്ടം. ഇത് അടുത്ത് ഒന്ന് കുത്തിക്കാതെ ഓണാന്നൊക്കെ ഓണാക്കി കാണില്ല. അതല്ലേ അതിന്റെ ഒരു ഒറിജിനാലിറ്റി. കാരണം ഇത്രയും വർഷം ഇതൊക്കെ എത്ര വർഷം പഴക്കം കാണും? ഫിലിപ്സിന്റെ അത് 50 വർഷത്തിന് മേളിൽ പഴക്കമുള്ള ഫിലിപ്സിന്റെ റേഡിയോ. 1974. ഈ ഗ്രാമഫോൺ വർക്കിംഗ് ആണോ? ഈ എല്ലാം വർക്കിംഗാ. ഇതൊക്കെ എപ്പോ വർക്ക് ചെയ്യിക്കും? അടിയിലൊക്കെ ഇരിപ്പുണ്ടല്ലോ ഇച്ചിരി ഗ്രാമഫോണൊക്കെ. ഇതും അതേ സിസ്റ്റം ആണെന്ന് തോന്നുന്നു, ഓട്ടോമാറ്റിക് സിസ്റ്റം. ആ കമ്പനിയുടെ പേരെന്നാ? GARRARD. ഗാർഡ് എന്നല്ലേ? ഗാർഡനർ. GARRARD. ഇനി എങ്ങനെ പ്രൊണൗൺസ് ചെയ്യുമെന്ന് അറിയാവുന്നവരൊക്കെ ഇടുക കേട്ടോ. പ്രായമുള്ളവരല്ലേ, നമ്മൾ കൊച്ചു പിള്ളേരാ, നമുക്ക് ഇതൊന്നും ഞാൻ കണ്ടിട്ടില്ല ഈ സാധനം. കണ്ടിട്ടുണ്ട്, അല്ലാതെ ഇതൊരു നമുക്ക് ഓർമ്മയുള്ള കാലത്ത് നമ്മൾ റിപ്പയർ ചെയ്യാൻ കാലത്തൊന്നും ഇതില്ല. അന്നേ ഇവന്മാർ എന്നാ ഭയങ്കരന്മാരാണല്ലോ. എന്നാ ടെക്നോളജി ചെയ്ത് ഇത്രയും നിസ്സാരമായിട്ട്, ഇത്രയും മെക്കാനിക്കൽ യുഗത്തിൽ. ഇന്നൊക്കെ പിന്നെ
എന്തും സാധിക്കും. ഓ അല്ല കുഴപ്പമില്ല. അപ്പൊ ഈ സാധനം ഇതിനകത്തുനിന്ന് ഈ റേഡിയോയ്ക്ക് ലൈൻ ഔട്ട് ഇന്നുണ്ടോ? ഓക്സിജനുണ്ട്, ആംബിനുണ്ട്. ആ ഫോണോയിൽ കൊടുത്തിരിക്കുക. ഓക്കെ ഓക്കെ, ഫിലിപ്സൺ റേഡിയോ. ഓക്കെ, ഇത് റേഡിയോ തന്നെ വർക്കാവോ? ആ, ഇനിയിപ്പോ നമ്മളിത് എൻഡിൽ കൊണ്ടുവച്ചാൽ മറ്റേ പോലെ തന്നെ ഇവനും കയറി വന്നോളൂ അല്ലേ? ആ, തിരിച്ചു കയറി വന്ന് ഇരുന്നോളൂ. ഓക്കെ ഓക്കെ. ഈ സൂചിയൊക്കെ ഇപ്പൊ കിട്ടാനുണ്ടോ? എന്നാ വില? 2000 രൂപയ്ക്ക് കിട്ടുമോ? എൻ്റെ ഒരു 2 റെക്കോർഡർ ഇരിപ്പുണ്ട്. ചോദിച്ചു എൻ്റെ 2 റെക്കോർഡർ ഇരിപ്പുണ്ട്. സൂചിയില്ല, സൂചി കുഴപ്പമില്ല. ചില മൂടിയാലും ഞാൻ വേറെ ഓടി കിട്ടും. ഇത് ഏതാ കിട്ടുന്ന? മീഡിയം വേവ് ആണോ? മീഡിയം വേവാ. ആ, ഇത് ട്യൂണിങ് ബാൻഡ് മീഡിയം വേവ്. ഓക്കെ. ഓ, ഫിലിപ്സിന്റെ വാൽവ് റേഡിയോ എപ്പോഴും വർക്ക് ചെയ്യുന്നത്. എൻ്റെ ട്രിപ്പിള്, ബാസ്, വോളിയം ഇതൊക്കെ ഉള്ളു ഇപ്പോഴും. വേറെ കൂടുതലൊന്നുമില്ല. ഈക്വലൈസറൊക്കെ വെച്ചെന്നുള്ളൂ ഇപ്പം. അന്ന് എന്നാണ് നല്ല അക്കിലക്കയിലൊക്കെ ചെയ്ത് ഇതൊക്കെ നല്ല ഫിനിഷിങ്, നല്ല ഒതുക്കമുള്ള റേഡിയോ. ഇല്ല, താഴെ ഒന്നും പോലെ. ഇത് കേട്ടോ, ഇത് AF/PU ലൗഡ് സ്പീക്കർ. ഓക്കെ, 230 വോൾട്ട് എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. വാ, ഷോർട്ട് വേവ്. അതല്ലേലും അത്ര കിട്ടുള്ളൂ. അപ്പൊ അത് കഴിഞ്ഞു. ഇനി അടുത്ത സാധനം തൊട്ട് പുറകിൽ ഒരു റേഡിയോ ഇരിപ്പുണ്ട്. കുറെ റേഡിയോകളാണ് ഇവിടെ മൊത്തം. ഇതിന്റെ കപ്പിള ഇവിടെ കുത്തിയാൽ മതി അല്ലേ? ആ, അവനും കത്തി. ഇതിന് പ്രത്യേകിച്ച് LED ഒന്നും ആവശ്യമില്ല, വാൽവ് കത്തുന്നുണ്ടല്ലേ? അതെ അല്ലേ? ഓക്കെ, ചൂടായി വരണമായിരിക്കും. പഴയ വണ്ടി പോലെ. ഇതും ഫിലിപ്സ് അല്ലേ? ആണോ? അതൊക്കെയാണ് ചൂടായ ഇങ്ങനെ പൂവിരിയുന്ന പോലെ. ഇത് ട്രിപ്പിള്, വോളിയം. ഇത് തയ്ച്ചിരിക്കുന്നത് പുന്നപ്പുറയിൽ നിന്നും ഷാജി സുധീന്ദ്രൻ. കത്ത് വായിക്കാം. ആദ്യമായിട്ടാണ് രഞ്ജിത്തിലേക്ക് കത്തയക്കുന്നത്. ഓർമ്മച്ചത്തിലേക്ക് കത്തയച്ചിട്ടുണ്ട്. എന്നാന്ന് പറയാൻ പറ്റില്ല. മുഴുവൻ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ് പ്രശ്നം പറയൂ. എന്തിനു പേരൊരു സൂര്യോദയം എന്ന ഗാനം കേൾപ്പിച്ചു തുടങ്ങും. ആകാശവാണിയുടെ ഗാന കണ്ടോലിനിയും മനസ്സ് ആനന്ദ മഴയുടെ മുന്നോട്ട്. ഈ ഗാനം എന്റെ ഭർത്താവിന് വിവാഹ വാർഷിക സമ്മാനമായിട്ട് ഭാര്യ മീഡിയം വേവിലൂടെ, വാൽവ് റേഡിയോയിലൂടെ നമ്മൾ കേട്ടോണ്ടിരിക്കുക. അതെ അതെ, പഴയ പണ്ട് മറ്റേ ഗൾഫിലുണ്ടായിരുന്ന ആൾക്കാർക്ക് വേണ്ടി ഭാര്യ അയച്ച ആ പാട്ടുകളൊക്കെ ഒന്ന് ഓർത്താൽ മതി. ആ അതെ അതെ, ആശംസ കാണും കേട്ടു. മഴയത്ത് മുമ്പേ. ആ ഓക്കെ. രവീന്ദ്രൻ സാറിന്റെ സംഗീത സംവിധാനത്തിൽ കൈതപ്പദത്തിന്റെ വഴികളിൽ അപ്പൊ അത് പോട്ടെ. അപ്പൊ അത് കേട്ടു. അപ്പൊ നമ്മള് മീഡിയം വേവ് വഴി, ആലപ്പുഴ വഴി, എന്തോ ടെക്നോളജി എത്ര വളർന്നാലും വാൽവ് റേഡിയോ ഇപ്പോഴും അതിന്റെ ക്വാളിറ്റി കേട്ടല്ലോ.
പഴയ രഞ്ജിനി പരിപാടി തന്നെയല്ലേ ഇത്? രഞ്ജിനി. ആ, അതെ. ഇനി ആരാ ഇവനെയോ? ഇതേത് കമ്പനിയാ? ഇതും ഫിലിപ്സാ. ഫിലിപ്സിന്റെ ഒരു കാലമായിരുന്നു അല്ലേ ആ. അന്നത്തെ കാലത്ത് റേഡിയോ എന്ന് പറഞ്ഞാൽ? ഏറ്റവും ബുദ്ധിമുട്ടി പിടിച്ചത് ഇവനാണ്. ഏഹ് ഇവന്റെ യൂറോപ്യൻ ടെക്നോളജി അല്ലേ മർഫി എളുപ്പമാണ്. ഹോളണ്ട് ഫിലിപ്സ്. ആ, എൻ്റെ ഇരുന്ന പണ്ട് വീട്ടിലിരുന്ന റെക്കോർഡ് പ്ലെയറും ഹോളണ്ട് ഫിലിപ്സ് ആയിരുന്നു. ആ, നമ്മുടെ ആദ്യത്തെ ഒരു ഇലക്ട്രോണിക്സ് ഉപകരണം എന്ന് പറഞ്ഞ എൻ്റെ വീട്ടിലുണ്ടായിരുന്ന ഹോളണ്ട് ഫിലിപ്സിന്റെ റെക്കോർഡ് പ്ലെയർ ആയിരുന്നു. അത് ഓൾ ട്രാൻസിസ്റ്റർ ആയിരുന്നു. ഇത് നമ്മുടെ അമ്മാവൻ ഇറ്റലി ഡോക്ടറായിരുന്നു. പുള്ളി അവിടെ ഇറ്റലിയിൽ നിന്ന് വന്നപ്പം പുള്ളി കൊണ്ടുവന്ന് പെങ്ങൾക്ക് സമ്മാനം കൊടുത്ത സാധനമാണ്. ഉപയോഗിച്ച മുഴുവൻ ഞാനാണെങ്കിലും. അതെ. പിന്നെ ചാച്ചൻ മേടിച്ച ഒരു റേഡിയോ ഉണ്ടായിരുന്നു, നാഷണൽ പാനസോണിക്കിന്റെ റേഡിയോ, പഴയ റേഡിയോ നാഷണൽ അത് ഞാനിപ്പോഴും കട വെച്ചിട്ടുണ്ട്. അതിനകത്തു നിന്നാണ് എൻ്റെ സോണി എന്നുള്ള പേര് എൻ്റെ എടുത്തെന്നാണ് ഫാദർ പറഞ്ഞത്, ചാച്ചൻ പറഞ്ഞത്. നാഷണൽ പാനസോണിക്കിന്റെ സോണിയാണ് എടുത്തതെന്നാണ്. ഞാൻ ചോദിച്ചിട്ടുണ്ട് എവിടുന്ന ഈ സോണി എന്നുള്ള പേര് കിട്ടിയെന്ന്. അപ്പം നാഷണൽ പാനസോണിക്ക് ജപ്പാനിൽ നിന്ന് വന്ന പേരാണ്. അതായത് ഫിലിപ്സ് ഹോളണ്ട് ആണെങ്കിൽ മറ്റവൻ ജപ്പാനാണ്. അതാണ് അതിൻ്റെ വ്യത്യാസം. ഇന്റർനാഷണൽ ബന്ധങ്ങളാണ്. കാണിച്ചു നാട്ടുകാർക്ക് അതൊക്കെയല്ലേ കാണണ്ടേ? പിള്ളേർക്കൊക്കെ ഇതിൻ്റെ അകമൊന്നും കണ്ടിട്ടില്ല. ഒരു ടെക്നോളജി അല്ലേ, ഒരു ആദ്യകാലത്തെ ടെക്നോളജി. കണ്ടോ മക്കളെ, ഒരു ട്രാൻസ്ഫോമർ, കുറേ വാൽവ്. എൻ്റെ ആ പഴയ റെക്കോർഡ് പ്ലെയറിൻ്റെ സ്പീക്കർ ഇതുപോലെയായിരുന്നു ഫിലിപ്സിൻ്റെ. ഇതുപോലെ ഓവൽ ഷേപ്പിൽ, ഒരു പ്രത്യേക ഷേപ്പല്ലേ ഇത്, ഓവൽ ഷേപ്പ്, റൗണ്ട് അല്ല. പോയതാ. അത് ഇങ്ങനെ തന്നെയായിരുന്നു റെക്കോർഡ് പ്ലെയർ. അവസാനം ഞാൻ ആ റെക്കോർഡ് പ്ലെയർ നമുക്ക് ഇതിനകത്ത് ആൻറ്റിന സെറ്റ് ചെയ്ത് നമ്മൾ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോൾ അവിടെ അറേഞ്ച് ചെയ്യാം. വെട്ടുണ്ട്. ഇതില് എന്ത് കമ്പി ഉണ്ടായിരുന്നോ? വെളി വരും. അപ്പൊ ഇങ്ങനെ ആൻറ്റിന അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ. എന്തെല്ലാം പരിപാടികൾ. അപ്പൊ ഇത് കുത്തി ഓണാകല്ലേ? അപ്പൊ അവനെ ഒന്ന് കുത്തിക്കുക, അതിന്റെ ലൈറ്റ് എല്ലാം തെളിയുന്ന ഒന്ന് കാണാലോ. തിരിച്ചു വെച്ച് തന്നെ കുത്തിക്കും. അല്ല, പുറകെ ഓണായിട്ട് തിരിച്ചു വെക്കാം. ഇത് ബൾബ് കൊടുത്തിരിക്കുന്ന അല്ലേ, ഒരു ഷോയ്ക്ക് ആ സ്ക്രീനെല്ലാം കാണാൻ. അതെ. മറ്റേതിന് ചെറിയ ഒരു വെട്ടക്കുറവ് ആണല്ലോ മറ്റേത്. ഇതാകുമ്പോ 6 വോൾട്ടിന്റെ 3 വോൾട്ട് 6.3 വോൾട്ടിന്റെ ബൾബാ. ഇതാണ്ട് ഇവിടെ ഒരു പച്ച സാധനം കത്തി തന്നെ, സ്റ്റേഷന്റെ ലെവലാ. ഒരു എരപ്പൊക്കെ കേൾക്കുന്നുണ്ട്. അടുത്തില്ല, അതൊന്നും തന്നെയാ നിൽക്കുന്നത്. പച്ച ഒറ്റ ലൈനാവും ശരിയായെങ്കിൽ. ഇപ്പോഴും പാട്ട് കിട്ടുന്നുണ്ട്. മുമ്പ് നമ്മള് കേട്ട പാട്ട് തന്നെയാ. പാട്ട് തന്നെ ഉണ്ട്, കുഴപ്പമില്ല, കേൾക്കുന്നുണ്ട്. പിന്നെ വേറൊരു സാധനം ഇല്ല. ഏരിയല്ലേ കണ്ടോ? നമ്മുടെ ഗെയിൻ ആണോ? ഈ റേഡിയോയുടെ ഗെയിൻ എന്തേരം ഉണ്ടെന്ന് കാണിക്കുന്നത്. ഇപ്പൊ നമ്മൾ ഈ സാധനം മാറിയിട്ട് അത് പിന്നെ നമുക്ക് പുറത്തെടുത്തവനെ കാണിക്കാം. അത് നോക്കിയിട്ട് എന്റെ ഗെയിൻ കണ്ടോ? ഉള്ളൂ, നമ്മളെ ഫ്രീക്വൻസി കട്ട് ചെയ്തു. അപ്പൊ ശരിക്കും ജാമറാ. ഓക്കെ. ഇതാണ് മക്കളെ മൊബൈൽ ജാമർ. ഇതിപ്പോ നമ്മള് റേഡിയോ ജാമർ എന്ന് പറയാം. അല്ല, ഇപ്പൊ ഇതിന്റെ ബുദ്ധിയല്ലേ മൊബൈൽ ജാമർ ഉണ്ടാക്കിയേ. മൊബൈൽ ജാമർ ഉണ്ട്. നമുക്ക് സ്കൂളിലൊക്കെ കൊണ്ടു വെച്ച് കഴിഞ്ഞാൽ സ്കൂളിൽ മൊബൈൽ കിട്ടത്തേ ഇല്ല.
IF ഓൺ ചെയ്യുമ്പോ ആ കണക്ട് ചെയ്ത് ഇടും. ജിൻസി നീ ഒന്ന് നിർത്തിക്ക് ആ മൈക്ക് എടുത്ത് ചേർന്ന് കൊടുത്തേ അല്ല ഇത് കെട്ടിയല്ല ചേട്ടാ കേക്കല്ല പറയുന്നത് നീ അങ്ങോട്ട് ചെല്ല്, പറഞ്ഞോളൂ. മീറ്ററേ ആ കറക്റ്റ് ആക്കാൻ വേണ്ടി IF തിരിക്കുമ്പം ഇതിപ്പോ ആ ഇതില് കറക്റ്റ് ചെയ്തിട്ട് വെക്കും. ആ എന്നിട്ട് അതിനകത്ത് IF തിരിച്ചു കഴിയുമ്പോഴേ ഈ ടൂണിങ് ഒച്ച വരും. ഓ ഏതാ IF-ന്റെ ഇത് കൂട്ടുകയും കുറയ്ക്കുകയും. ഓ അങ്ങനെ സെറ്റ് ചെയ്യാവുന്ന ഉപകരണോ? ആ ഇത് എവിടുന്ന് വരുന്ന ഇത് ഏത് രാജ്യത്തിന്റെ? ഇത് നമ്മൾ ഇന്ത്യൻ്റെ. ഇന്ത്യനാ? ആവശ്യമില്ലാത്ത സാധനം ഇന്ത്യക്കാര് കണ്ടുപിടിക്കും. ഇങ്ങനെ ഒരു വയറിട്ടേക്കാം. ഇത് കണ്ടോ, ആ വയറിട്ടാലേ ഇത് വരുള്ളൂ. സിഗ്നൽ ജനറേറ്റർ. സിഗ്നൽ ജനറേറ്ററാ. ആ ഇത് നമുക്ക് റേഡിയോ കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ പറ്റുന്ന സിഗ്നൽ ജനറേറ്റർ. ഇപ്പൊ എനിക്ക് മനസ്സിലായി. പഠിച്ചിട്ടുള്ളതല്ലേ പറഞ്ഞേ. ആ സിഗ്നൽ ജനറേറ്റർ ഇപ്പൊ പിടികിട്ടി. റേഡിയോയുടെ RF സിഗ്നൽ ജനറേറ്റർ. അത് തന്നെ അതേ ഉള്ളൂ. എന്നായിരുന്നു അതിന് അതിരുന്നോട്ടെ, പറയുന്നത് കിട്ടിക്കോളൂ. പോക്കറ്റ് ഇട്ടാ മതി. ഇതന്നെ അത് മതി അത് മതി. അത് ഞാനാണ് ഒരു പഠിച്ചവർക്ക് അറിയാമല്ലോ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഓർമ്മയുണ്ടോ. പിന്നെ ഇത് സ്റ്റീരിയോ കേട്ടോ. അല്ല ഞാൻ പറയുന്നത് ചേട്ടനും വീഡിയോ പിടിക്കുന്നില്ലെന്നേ, സൗണ്ട് കിട്ടിക്കോട്ടെ. നിങ്ങൾ തമ്മിൽ പറഞ്ഞു അതാ അതിന്റെ നല്ല ഇത് ഇവിടെ അതെന്തിനാ നീ എടുത്ത് വെച്ചേ? ഇത് സ്റ്റീരിയോ ആയിട്ടുള്ള മറ്റേ 2 സ്പീക്കർ ഉണ്ടെന്നുള്ളൂ. മോണോയാ അല്ലേ? മറ്റേ ഇതെല്ലാം മോണോയാ, അത് സ്റ്റീരിയോയാ. അവനെ ഒന്ന് കാണിക്കട്ടെ. സ്റ്റീരിയോ ഇവനെ മാറ്റട്ടെ. ആ കട്ടിലോട്ട് വെച്ചു. അതൊക്കെ പോയി വഴക്കും. ഇതെല്ലാം പാടുന്നുണ്ടെന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ രസകരമായ അവസ്ഥ. അതാ ഞാൻ ഗൂഗിളിൽ പോയി ഓരോരുത്തർ വന്ന് നമ്മളെ അഭിനന്ദിച്ചതാ. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തായിരുന്നല്ലോ. ഇപ്പൊ വിറ്റ ഇലക്ട്രോണിക് ഹോം തിയേറ്റർ എല്ലാം കേടായിട്ടിരിക്കുന്നു. ഇപ്പോഴും ഈ വാൽവ് റേഡിയോ വെടിക്കെട്ടായിട്ട് പാടിക്കൊണ്ടിരിക്കുന്നു. ചൂടായി വരുന്ന ഒരു താമസമുണ്ട്. സ്റ്റീരിയോ എന്ന് വളരെ അഭിമാന പുരസ്സരം വലുതാക്കി എഴുതി വെച്ചിരിക്കുന്നു. ഇത് ഫിലിപ്സ് അല്ലേ? ശിവേരിക്കും ചൂടായി വരണ്ടേ? ഇതാണോ ഒളിയല്ലോ? അപ്പൊ ട്യൂണിങ് എവിടെയാ? അതന്നെ റേഡിയോല. അതന്നെ പട്ടാളക്കാരുടെ വയർലെസ് ആണോ? അല്ല, റേഡിയോയാണ്. ഒരു പ്രത്യേക രീതിയിലുള്ള ഒരിടത്ത് സ്ഥിരം കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കും. കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്ന പ്രത്യേക ഗായിങ് ആണ് റേഡിയോല. ഇപ്പൊ കേട്ടോണം ചേട്ടൻ കമന്റ് വരുന്നത്, ചേട്ടൻ അവിടെ നിന്ന് മാറി നിന്ന് പറഞ്ഞു ഓഡിയോ കിട്ടുന്നില്ല എന്ന് പറയും. ചേട്ടന്റെ മോഹൻ പറഞ്ഞ മൈക്ക് തരാന്നേ, മൈക്ക് വെച്ചോ. മർഫി എന്നെ എടുക്കാം. ഇതിന്റെ മുകളിൽ ഇരിക്കുന്നതോ അത് നമ്മുടെ ഇന്നത്തെ കാലത്തെ പുതിയ ടേപ്പ് റിക്കാർഡർ. ഇന്നത്തെ ടേപ്പ് റിക്കാർഡർ അതാർക്കാ വേണ്ടത്? അതെല്ലാ വീട്ടിലും മൂലയ്ക്ക് കാണും. മർഫിയുടെ ഒരേപോലത്തെ അത് വർക്കിംഗ്. ഓക്കെ ഓക്കെ. മർഫി അത് വർക്ക് ചെയ്യിപ്പിച്ചോ? കുത്താനവിടെ സ്ഥലമുണ്ടോ? അവനെ ഒത്തിരി നാൾ 5-6 മാസമായി മോളി ഞാനെടുത്ത് ഇന്ന് വെച്ചതേ ഉള്ളൂ. അതുകൊണ്ട് ഇനി അവനെ ഒന്ന് പിന്നെ ചൂടായി വരണം. അല്ല, അകത്തെ എന്തെങ്കിലും ലൂസ് കോണ്ടാക്ട് ഉണ്ട് വരുമല്ലേ? അതായത് ഇരുന്ന് ക്ലാവ് പിടിക്കും. അങ്ങനെ ഒരു പ്രശ്നം. എല്ലാത്തിനും എല്ലാ ദിവസവും ചേട്ടൻ ജീവൻ വെപ്പിച്ചോണ്ടേ ഇരിക്കുകയാണ്. സ്നേഹത്തോടെ. നശിച്ചു പോകും. ഉപയോഗിക്കാതിരുന്ന എല്ലാം നശിച്ചു പോകും. മനുഷ്യന്റെ ഇവിടെ നിലത്തോട്ട് നോക്കി. ഇവിടെ കുറെ ആൾക്കാർ ഇവിടെ അടിയിൽ ഇരിപ്പുണ്ട്. റെക്കോർഡ്. ഇത് വീട് മൊത്തം മ്യൂസിയമാണ്. പിന്നെ ഏതാണ്ട് ആമാടപ്പെട്ടി ഇരിക്കുന്നു. ആമാടപ്പെട്ടി അല്ല, പഴയ അരിപ്പെട്ടി അല്ലേ? അരിപ്പെട്ടി അല്ലേ ഇത്? അതിനകത്ത് എന്നാ വെച്ചിരിക്കുന്നത്?
റെക്കോർഡാണോ? ആ. ഓ, റെക്കോർഡ് അടുക്കി വെച്ചിരിക്കുന്ന അടിപൊളി. അത് കൊള്ളാം, നല്ല കളക്ഷൻ ഉണ്ട് റെക്കോർഡ് വെച്ചിരിക്കുന്ന. ഇനി വേറെ ഇതിനകത്ത് ഇരിപ്പുണ്ട് അപ്പുറേ. അതെ അല്ലേ? 3 ട്രിങ്ങിനകത്ത്. ഓക്കെ. എല്ലാവരും ഇത് കാണിക്കുകയല്ലോ. അതെ അതെ അതെ. എന്നാന്നൊരു കാര്യം. ആ, മനസ്സിലായി. പല ബഹുജനം പല വിധം. അതെ അതെ. അതുകൊണ്ട് ഇതൊക്കെ കണ്ട് സംതൃപ്തിപ്പെട്ടോണ്ട് അത് എല്ലാം ഒന്നും കാണിക്കല്ലോ കേട്ടോ. അതല്ല. ഇനിയും ഉണ്ട്, ഇത് സാമ്പിൾ മാത്രം. അതാണ് അതിന്റെ അതേത് കമ്പനിയാ മണ്ടേ ഇരിക്കുന്ന ടേപ്പ്? ആ, കാസറ്റ്. ഇതോ? അല്ല, വലിയ കാസറ്റ് പ്ലെയർ. ഇതാക്കായി. അക്കായിയ. ആ. അക്കായി ഒരു ഭയങ്കരമായിരുന്നു ഒരു കാലത്ത് അല്ലേ? ആ. എന്തെല്ലാം സാധനങ്ങൾ അക്കായുടെ. അത് നിന്ന് പോയത് കഷ്ടമായി പോയി അല്ലേ? ഓ, ഭയങ്കര. അത് കേൾപ്പിക്കാം. കക്കായി നിന്നു, സാനിയോ നിന്നു, പിന്നെ അത് കുറെ കമ്പനി നിന്നുപോയി. ജപ്പാൻ കമ്പനികൾ, ഷാർപ്പ് നിന്നുപോയി. ആ, അല്ല നാഷണൽ പാനാസോണിക് പഴയ നാഷണലാണിത്. ഇത് സ്റ്റീരിയോ ആണ്. റെക്കോർഡ് പ്ലെയർ ആണ് ഫിലിപ്സിന്റെ. ഫിലിപ്സിന്റെ റെക്കോർഡ് പ്ലെയർ സ്റ്റീരിയോ. ഇവന്റെ ഇത് വേണ്ട. ഇത് അക്കായുടെ സൗണ്ടാണ് ഈ കേൾക്കുന്നത്. അല്ലല്ല, മണ്ടകത്തെ അക്കായുടെ അല്ലേ? ഓക്കെ. അവിടെ അതിനിടയ്ക്ക് ക്ലോക്ക് 1:30 അടിക്കുന്നു. ഒറ്റക്ക് ഇതന്നെ തൂക്കിക്കിടക്കുന്നത് സ്വിച്ച് ബോർഡ് ഡിസ്പ്ലേ. ചില സാധനങ്ങൾ നമ്മള് നോക്കി ഇതിന്റെ അളവ് കാര്യങ്ങളും എല്ലാം അറിയാലോ, പഠിച്ചല്ലേ. ഓക്കെ, അളവ് നോക്കും സാധനം. ഇത് നമ്മള് ലെവൽ മീറ്റർ. അക്കായി ആണ് നമ്മളിപ്പോ ഓടിച്ചത്. മർഫിയും കൂടെ ചെയ്തു. അക്കായി വർക്ക് ചെയ്തു. പിന്നെ അതിന്റെ അടിയിലിരിക്കുന്ന മർഫി വർക്ക് ചെയ്യിപ്പിക്കാം. വേറെ തന്നെ തപ്പിയെടുക്കാം. വയറ് കാണത്തില്ല. ആ പുറകിലത്തെ വയറായിപ്പോയോ? അത് പുറകിലത്തെ അത് കുഴപ്പമില്ല. രണ്ടും മറക്കിങ്ങ കാണുന്നില്ല എന്നുള്ള ഒരു കുഴപ്പമുണ്ടല്ലേ? കാണത്തില്ല. ഇതിന്റെ വയറ് എടുക്കത്തില്ലേ? ഈ താഴത്തെ മർഫിയുടെ അകത്ത് മടക്കി വെച്ചോന്നൊരു സംശയമുണ്ട്. കവറിനകത്ത് കയറ്റി. അങ്ങനെ വെക്കുവോ? വയറിതാണ്ട് പോകുന്നു. അത് അക്കായുടെ വയറ്. എന്നാ വേണ്ട, കുഴപ്പമില്ല, വർക്ക് ചെയ്യും. മർഫി ഇഷ്ടം പോലെ ഉണ്ട്. അവിടെ ഈ പുതിയ തലമുറപ്പെട്ട ടേപ്പ് റെക്കോർഡാണ് ഇരിക്കുന്നത്. നാഷണൽ പാനാസോണിക് ആണ് പിന്നെ നാഷണൽ ആയത്. ആ സാധനം വെച്ചോ? ആ STK അതുകൊണ്ടാണ്. STK. ഇത് മുഴുവൻ കാണിക്കണ കുറെ ദിവസങ്ങൾ എടുക്കും. അടിപൊളി. ഞാൻ പിടിച്ചു, കുഴപ്പമില്ല. ഈ മേശ തന്നെ വയറെ തട്ടി വീഴല്ലേ? ഇല്ല. ഇങ്ങോട്ട് പോരെ ജിൻസി. സ്പീക്കറിന്റെ ഷേപ്പ് കണ്ടോ ജിൻസി? ഇപ്പോഴത്തെ ഈ ഇതും കൂടെ മേടിച്ച സോണിച്ചേ. അവർ HMV ഇറക്കിയതാ അല്ലേ? പക്ഷെ അവരുടെ ഓക്കെ 1963 നമ്മൾ ജനിച്ചിട്ടില്ല പൊന്നെ. നമ്മൾ ജനിച്ചത് 69. നമ്മൾ ജനിക്കുന്നതിന് മുമ്പുള്ള മുതുമുത്തച്ഛന്മാരാണ്. ട്രാൻസ്ഫോമറൊക്കെ അന്ന് നല്ല കവറൊക്കെ ഇട്ട്. സ്പീക്കർ കണ്ടോ? സ്പീക്കർ ഒരു മാഗ്നറ്റ് ഡീമാഗ്നറ്റൈസ് ചെയ്ത് ബാൻസി. ഇത് മർഫിയുടെ റേഡിയോ ആണ് അടുത്ത കുത്തി വെച്ചിരിക്കുന്നത്. മർഫി ഇതല്ലേ മീഡിയം വേവ്? ഞാൻ പഠിച്ച് രണ്ടാമത്തെ ഘട്ട മീഡിയം വേവ്. ആദ്യത്തെ ഓഫ് ചെയ്യുന്നത് അല്ലേ? ഓഫ് ചെയ്യുന്നത് പിക്കപ്പ്. ആയി കഴിഞ്ഞു. അതിൻ്റെ പച്ച കത്തിക്കഴിഞ്ഞു.
ഏത് വർഷമുള്ള ഇത് ഏത് വർഷമാ ഏത് 73. നമുക്ക് 4 വയസ്സുള്ളപ്പോൾ ജിൻസി എന്റെ 4 വയസ്സുള്ളപ്പോൾ ജനിച്ച റേഡിയോ ആണ്. നമ്മളെക്കാരും ഇച്ചിരി പ്രായം കുറവാ. ഇംഗ്ലണ്ടിന്റെ വാൽവ്. അന്നും വാൽവ് ഇംഗ്ലണ്ടിൽ നിന്നാണ് ഇറക്കുന്നത് അല്ലേ? എല്ലാം ഇവിടെ അസംബിൾ ചെയ്യുന്നുള്ളൂ. ആ അന്ന് മർഫി ഒരു ഇന്ത്യയിലെ വലിയ കമ്പനിയാ അല്ലേ? ഫിലിപ്സ് കഴിഞ്ഞാൽ പിന്നെ മർഫിയാ. ആ ഇതാന്ന് തോന്നുന്നു. ഗവൺമെന്റ് കൂട്ടിയിടിക്കോ? അവന്റെ നല്ലപോലെ അനങ്ങും. ഇതെന്നാ സാധനം? ഇതെന്നാ മാജിക് അയ്യോ? ഇതാണോ സാധനം? ഓ മാജിക് ഐ. ഇതിങ്ങനെ വെച്ചിരിക്കുക ഇവിടെ. ഇതായി പച്ച കത്തുന്ന ഈ സാധനം ഇവിടെ വെച്ചിരിക്കുക. ഓ ഓ ഓ ഇത് കറക്റ്റ് ട്യൂണിങ്ങാ. ഓ എന്തെല്ലാം കണ്ടുപിടുത്ത. ഇന്നത്തെ ഡാൻസിങ് ലൈറ്റ് ഇല്ലേ? ഡാൻസിങ് ലൈറ്റ് സ്പെക്ട്രം, അതിന് പേരവാ മാജിക് ഐ. ഇത് കത്തിക്കാൻ എത്ര വോൾട്ട് കൊടുക്കണം? 180. അപ്പൊ കത്തിയിലൊന്നും നടക്കില്ല. 6 വോൾട്ട് ഹീറ്റർ കത്തും. പക്ഷെ ലൈറ്റ് ആ ഓക്കെ ഓക്കെ. എന്ത് കഷ്ടപ്പെട്ട മക്കളെ ഈ സാധനം എല്ലാം ഇതിനകത്തെ വർക്ക് ചെയ്യാൻ വേണ്ടി പണ്ട് ഉണ്ടാക്കി വെച്ചിരുന്നത് കണ്ട. ഇത് ഏത് രാജ്യം എഴുതി വെച്ചിട്ടുണ്ടോ? ഇന്ത്യ എന്ന് എഴുതിയിട്ടുണ്ട് കേട്ടോ. ആ ആ അപ്പൊ ഇന്ത്യക്കാര് മോശമൊന്നും അല്ല. ഇന്ത്യ. സംഗതികളൊക്കെ കണ്ടല്ലോ. അപ്പോൾ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. പിന്നെ ഹൈപ്പ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, ഇങ്ങനെ ലൈക്ക് ചെയ്യുമ്പോൾ വരുന്നതാണ്. അതിങ്ങോട്ട് മാറ്റി ഹൈപ്പ് ചെയ്യുക. ഹൈപ്പ് ചെയ്താൽ ഒത്തിരി ഗുണങ്ങളുണ്ട്. അപ്പം ഇന്നത്തെ വീഡിയോ കൊണ്ട് തൃപ്തിപ്പെടേണ്ട. ഇനിയും ദിവസങ്ങൾ പിടിച്ചിടാനുള്ള വീഡിയോ ഉണ്ട്. ഇടയ്ക്കൊക്കെ ബോറടിക്കുമ്പോൾ ഇതുകൂട്ട് ഓരോ പുതിയ പുതിയ ഐറ്റംസുമായിട്ട് നമുക്ക് വരാം. താങ്ക് യു ഫോർ എല്ലാവർക്കും എന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും വളരെ നന്ദി, നമസ്കാരം. താങ്ക് യു.